അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 4ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദർസുർ റാബിയ, 4ാമത്തെ പാഠം. ഫതഹ്റു. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. അമീനെ, നിന്റെ കാലിൽ ചെളിയുണ്ടല്ലോ. കുളിക്കുമ്പോൾ കാൽ തേച്ചുരച്ച് കഴുകിയില്ലായിരുന്നോ? ഉസ്താദ് ചോദിച്ചു. അമീൻ, എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഉസ്താദേ. അവൻ ബാത്റൂമിൽ പോയി കാൽ കഴുകി വന്നു. ഉസ്താദ്, നമ്മൾ എല്ലാ സമയത്തും വൃത്തിയുള്ളവരാവണം. വൃത്തിയുള്ളവരെ അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെടും. കൈകാലുകളും തലയും തേച്ചുരച്ച് കഴുകണം. നഖത്തിനടിയിലുള്ള ചെളി നീക്കണം. കുളിക്ക് ചില ഫർളുകളും സുന്നത്തുകളും ഉണ്ട്. കുളിക്കുമ്പോൾ അതെല്ലാം നീ പാലിക്കാറുണ്ടോ? അമീൻ, ഏതൊക്കെയാണ് കുളിയുടെ ഫർളുകളും സുന്നത്തുകളും? ഉസ്താദ്, കുളിക്ക് 2 ഫർളാണുള്ളത്. 1 നിയ്യത്ത് ചെയ്യൽ, 2 ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തൽ എന്നിവയാണവ. ഖിബിലയ്ക്ക് മുന്നിടുക, ഔറത്ത് മറയ്ക്കുക, കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക, വുളൂ ചെയ്യുക. ശേഷം ഫർളായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്തും സുന്നത്തായ കുളിയാണെങ്കിൽ ആ നിയ്യത്തും ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക. തേച്ചുരച്ച് കഴുകുക. പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിൽ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ച് കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ ഉടനെ വുളൂഇന് ശേഷമുള്ള ദുആ ചെയ്യുക തുടങ്ങിയവ സുന്നത്തുകളാണ്. അമീൻ, കുളിയുടെ നിയ്യത്ത് എങ്ങനെയാണ്? ഉസ്താദ്, ജുമുഅയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു, പെരുന്നാളിന്റെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു എന്നിങ്ങനെയാണ് സുന്നത്തായ കുളികൾക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്. നിർബന്ധമായ കുളിയാണെങ്കിൽ ഫർളായ കുളി നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, കുളിയുടെ സുന്നത്തുകൾ, കുളിയുടെ ഫർളുകൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാന ഭാഗത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. വ ഇൻ കുൻതും ജുനുബൻ ഫതഹ്റു. അതിന്റെ അർത്ഥം നോക്കൂ, നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ കുളിച്ച് ശുദ്ധിയാവുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നഖ്റഉ വ നക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ എടുത്തിട്ട് വായിച്ചിട്ട് ആ കൊടുത്തിരിക്കുന്ന വരിയിൽ എടുത്ത് എഴുതാനുള്ളതാണ്. നോക്കൂ, ചെളി, പീളക്കുഴി, മടമ്പ്, നിർബന്ധം, ചുളിഞ്ഞ, ഭാഗം, തേച്ചുരച്ചു. അതെല്ലാം നിങ്ങൾ വായിച്ചിട്ട് അതുപോലെ ആ കൊടുത്തിരിക്കുന്ന ആ ലൈനിൽ നിങ്ങൾ എഴുതുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നുജീബ്. ഉത്തരം എഴുതാനുള്ളതാണ്. 1. കുളിയുടെ ഫർളുകൾ എത്ര? ഉത്തരം, കുളിയുടെ ഫർളുകൾ 2 ആണ്. 2. കുളിയുടെ ഫർളുകൾ ഏതെല്ലാം? അതിന്റെ ഉത്തരം നോക്കൂ. 1 നിയ്യത്ത് ചെയ്യൽ, 2 ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തൽ എന്നിവയാണവ. 3ാമത്തെ ചോദ്യം, കുളിക്കുമ്പോൾ വെള്ളമൊഴിക്കേണ്ട ക്രമം എഴുതുക. ഉത്തരം നോക്കൂ. നിയ്യത്ത് ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കണം. 4ാമത്തെ ചോദ്യം, നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എഴുതുക. ഉത്തരം, ഫർളായ കുളി നിർവഹിക്കുന്നു. 5ാമത്തെ ചോദ്യം നോക്കൂ, ജുമുഅയുടെ കുളിക്ക് എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഉത്തരം, ജുമുഅയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 3ാമത്തെ പ്രവർത്തനം നക്തുബു സുനനുൽ ഗുസ്ൽ. കുളിയുടെ സുന്നത്തുകൾ എഴുതാനുള്ളതാണ്. ഈ പാഠത്തിൽ നമ്മൾ കുളിയുടെ സുന്നത്തുകൾ പഠിച്ചിട്ടുണ്ട്. അത് 8 ഇവിടെ എഴുതി കൊടുക്കാനുള്ളതാണ്. നോക്കൂ. 1. ഖിബിലയ്ക്ക് മുന്നിടുക. 2. ഔറത്ത് മറയ്ക്കുക. 3. കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക. 4. വുളൂ ചെയ്യുക. 5. ഫർളായ കുളിയാണെങ്കിൽ അതിന്റെ നിയ്യത്തും സുന്നത്തായ കുളിയാണെങ്കിൽ ആ നിയ്യത്തും ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും വെള്ളമൊഴിക്കുക. 6. തേച്ചുരച്ച് കഴുകുക. 7. പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിൽ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ച് കഴുകുക. 8. സംസാരിക്കാതിരിക്കുക. അപ്പോൾ ആ 8 സുന്നത്തുകൾ നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന വരിയിൽ എഴുതി കൊടുക്കുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം
നക്തഷിഫു വനക്തുബു വനക്റഉ ഫിസ്സഫ്. അതായത് കുളിക്ക് ശേഷമുള്ള ദുആ നമ്മൾ കണ്ടെത്തുക, അതിവിടെ എഴുതുക, അത് നിങ്ങൾ ക്ലാസ്സിൽ വായിക്കുക. നമുക്ക് നോക്കാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അപ്പോൾ നിങ്ങൾ തെറ്റില്ലാതെ ആ വരിയിൽ എഴുതുക. കുളിയുടെ പൂർണ്ണരൂപം ക്രമപ്രകാരം എഴുതുക. നോക്കൂ. കിബിലയ്ക്ക് മുന്നിടുക, ഔറത്ത് മറയ്ക്കുക, ശേഷം കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക, വുളൂ ചെയ്യുക. ശേഷം ഫർളായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്തും സുന്നത്തായ കുളിയാണെങ്കിൽ ആ നിയ്യത്തും ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക. തേച്ചുരച്ച് കഴുകുക. പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിൽ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ച് കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ ഉടനെ വുളുഇന് ശേഷമുള്ള ദുആ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആ പ്രവർത്തനം അവിടെ എഴുതുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.